ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നതാണ്. ബാക്കി കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം CBI എൻക്വയറിയാണ്. ഈ വിഷയത്തെ ഞങ്ങളാരും സമീപിച്ചത് രാഷ്ട്രീയമായിട്ടല്ല. ഇപ്പോൾ ഇവിടെ നിരാഹാരം ഇരിക്കുന്ന ആളുകൾ, അപ്പോൾ ഞങ്ങളാരും രാഷ്ട്രീയമായിട്ടല്ല ഈ വിഷയത്തെ സമീപിച്ചു. ഇതിനകത്തൊരു വൈകാരികതയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ആ വൈകാരികതയ്ക്കപ്പുറം രാഷ്ട്രീയ മുതലെടുപ്പൊന്നും ഞങ്ങളുടെ ഉദ്ദേശമല്ല. ഇനിയൊരു സിദ്ധാർത്ഥൻ ഉണ്ടാകാൻ പാടില്ല. അത് CPM SFI തീരുമാനിക്കണം. ആ തീരുമാനം എടുക്കുന്നതിലേക്ക് ഞങ്ങളുടെ സമരം കൊണ്ടുപോകും. എന്തായാലും ഈ സമരത്തിൻ്റെ കൂടി ഇൻറ്റൻസിറ്റി കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൾസ് മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതിനകത്തൊരു പൊളിറ്റിക്കൽ അജണ്ട ഞങ്ങൾക്കില്ല. ഈ വിഷയത്തിനകത്ത് CBI എൻക്വയറി ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ വലിയ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോഴത്തെ കാര്യം അത് പാർട്ടി നേതൃത്വമായിട്ട്, അത് ശ്രീ KC വേണുഗോപാലും ശ്രീ VD സതീശനും ശ്രീ MM ഹസനും അടക്കമുള്ള ആളുകളോട് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിക്കും. ഈ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ CBI അന്വേഷണം എന്നുള്ളത് മുഖ്യമന്ത്രി വാക്കാൽ ഉറപ്പ് നൽകി എന്നുള്ളതാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറയുന്നത്. ആ ഉറപ്പ് പരിഗണിച്ചുകൊണ്ടായിരിക്കുമോ അതോ ഇനി സർക്കാരിൽ നിന്നൊരു ഉത്തരവ് വരുന്നത് പരിഗണിച്ചുകൊണ്ടായിരിക്കുമോ സമരത്തിൻ്റെ ഒരു തുടർ തീരുമാനം? അതെല്ലാം നേതൃത്വമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. അത് ഇപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വന്ന് സമരം ചെയ്തതല്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഒരു വൈകാരികത ഉള്ളപ്പോൾ തന്നെ പാർട്ടിയുടെ ഒരു തീരുമാനം കൂടിയുണ്ട്. 3 പോഷക സംഘടനകളുടെയും സംസ്ഥാന അധ്യക്ഷർ ഇതുപോലെ സമരത്തിൻ്റെ ഭാഗമാകണം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാർട്ടി നേതൃത്വമാണ് ആ വിഷയത്തിനകത്ത് തീരുമാനം പറയേണ്ടത്. നേതൃത്വം എന്ത് തീരുമാനം പറയുന്നു? ഇപ്പോൾ എല്ലാവരുടെയും ആരോഗ്യ കൗണ്ടുകൾ വളരെ മോശമാണ്. അപ്പം ഡയബറ്റിക് കൗണ്ട് എല്ലാവരുടെയും വളരെ താഴ്ന്നു. അതൊന്നും ഞങ്ങളുടെ കൺസേൺ അല്ല. ഞങ്ങൾക്ക് ഈ വിഷയത്തിനകത്ത് പാർട്ടി ഞങ്ങളോട് പറയുന്ന തീരുമാനം എന്തായാലും അത് ഞങ്ങളുടെ ഹെൽത്തല്ല, സിദ്ധാർത്ഥൻ്റെ ജീവനും നീതിയുമാണ് ഞങ്ങളുടെ കൺസേൺ. ആ കൺസേണിലുള്ള തീരുമാനം ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മണ്ഡലം കമ്മിറ്റികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ പലതും സംഘർഷത്തിൽ പോയി. ഇന്നും അത്തരം പ്രതിഷേധം തുടരുമോ? ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച്, ഇന്നും എല്ലാ ദിവസങ്ങളിലും സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. അത് യൂത്ത് കോൺഗ്രസിൻ്റെ, KSUവിൻ്റെ, മഹിളാ കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലും പോലീസ് ക്രൂരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. ഇന്നലെ KSUവിൻ്റെ നീതി യാത്രയുണ്ടായിരുന്നു സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക്. അപ്പം എല്ലാ സംഘടനകളുടെയും സമരങ്ങൾ തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചുള്ള സമരം ഇന്നും പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ബാക്കി നേതൃത്വമായിട്ട് ചെന്നാലും സുജയ, നേതൃത്വവുമായി ആലോചിച്ച് സമരത്തിൻ്റെ കാര്യത്തിൽ ഒരു തുടർ തീരുമാനം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഏകപക്ഷീയമായുള്ള ഒരു പ്രഖ്യാപനമായിരുന്നില്ല സമരത്തിലേക്ക് കടക്കാനുണ്ടായിരുന്നത്. നേതൃത്വവുമായുള്ള ആലോചിച്ചിട്ട് ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് നേതൃത്വമായി VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരുവനന്തപുരത്തെത്തും. അവരുമായി ആലോചിച്ചതിന് ശേഷം ഈ സമരത്തിൻ്റെ തുടർ രീതി എങ്ങനെ വേണമെന്നതിൽ തീരുമാനിക്കുമെന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ, ആ പിതാവിൻ്റെ പ്രതീക്ഷയെ, സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെ ആ ഒരു പ്രതീക്ഷയെ അവർ മുഖവിലേക്ക് എടുക്കുന്നുണ്ട്, ആത്മവിശ്വാസത്തെ എടുക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ മുമ്പുള്ള പല വാക്കുകളും പാഴായിട്ടുണ്ട്. അതുപോലെ ഈ ഉറപ്പും പാഴാക്കരുത്, അത് പാലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും സമരം അവസാനിപ്പിക്കണമെന്നുള്ള സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെ അഭ്യർത്ഥനയെ അനുഭാവപൂർവ്വം തന്നെ നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. അത് കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ചുകൾ ഉണ്ടായിരുന്നു. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മാർച്ചുകൾ ഉണ്ടായിരുന്നു. ഇന്നും അതുണ്ടാകും. അത് സംഘർഷത്തിലേക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറെ നിർണായകമാണ്. ഏതായിരുന്നാലും സമരത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് യൂത്ത് കോൺഗ്രസും KSUവും മഹിളാ കോൺഗ്രസും സമരം തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുക്കുമെന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സുജയ.